മേലേടത്ത് തറവാടിന്റെ എല്ലാ സൗഭാഗ്യത്തിനും കാരണം മന്ദാരക്കാവിലെ നാഗദൈവങ്ങളാണ്. ഇന്ന് വരെ അതിനൊരു മുടക്കവും വരുത്തിയിരുന്നില്ല ശ്രീധരൻ തമ്പുരാനും ലക്ഷ്മി തമ്പുരാട്ടിയും. അവരുടെ ഓമന മകനായിരുന്നു ആരോമൽ. ഒരുപാട് വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി മന്ദാരക്കാവിലെ ദൈവങ്ങൾ കനിഞ്ഞു നൽകിയ പെൺകുഞ്ഞിന് അവർ മന്ദാകിനി എന്ന് പേരിട്ടു. ആരോമലും മന്ദാകിനിയും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. അനുജത്തിയുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ആരോമൽ ചെയ്യുമായിരുന്നു. പഠനത്തിൽ പിന്നോക്കമായിരുന്ന മന്ദാകിനി സംഗീതത്തിൽ കേമിയായിരുന്നു. ഒരു ദിവസം ദേവദത്തൻ മന്ദാകിനിയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നു. ഇതറിഞ്ഞ ആരോമൽ ദേവനുമായി വാക്കേറ്റമുണ്ടാവുന്നു. കണ്ടു നിന്നവർ ഇവരെ പിടിച്ചു മാറ്റുന്നു. വീട്ടുകാർ മന്ദാകിനിക്ക് വിവാഹം ആലോചിച്ചു. വരുന്ന ഓരോരുത്തരെയും ദേവനും ശിങ്കിടികളും തിരിച്ചയക്കും. ഒരിക്കൽ മന്ദാകിനി മന്ദാരക്കാവിൽ വിളക്ക് വെക്കാൻ വന്നപ്പോൾ ദേവൻ അവളെ ഉപദ്രവിക്കുന്നു. ഇത് കണ്ടുവന്ന ആരോമൽ ദേവനുമായി അടിപിടിയുണ്ടാക്കി. കയ്യിൽ കിട്ടിയത് വെച്ച് ആരോമൽ ദേവന്റെ തലയിൽ അടിക്കുന്നു. എന്നിട്ട് മന്ദാകിനിയും കൂട്ടി ഇല്ലത്തെത്തുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദേവനെ സുഹൃത്തായ ശ്രീഹരി രക്ഷപ്പെടുത്തുന്നു. മനുഷ്യരക്തം വീണ് അശുദ്ധമായ കാവിൽ നിന്ന് നാഗങ്ങൾ പുറത്തു ചാടുന്നു. ആ വഴി പോകുന്ന ആളുകളെ വിഷം തീണ്ടുന്നു. തറവാട്ടിലും പരിസരത്തും നാഗങ്ങൾ പൂണ്ട് വിളയാടി. സംഗതി വഷളായപ്പോൾ മേപ്പാടനിലൂടെ പ്രശ്നപരിഹാരം തമ്പുരാൻ ആരാഞ്ഞു. വെളിയിൽ ചാടിയ നാഗയക്ഷിയെയും സർപ്പസേനയെയും തിരിച്ചു വരുത്തിയാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവൂ തിരുമേനി. അതിനായി ഈ നിമിഷം തന്നെ പൂജ തുടങ്ങേണ്ടതാണ്. പൂജാസാധനങ്ങൾ വാങ്ങാൻ പോയ കുട്ടനെ നാഗത്തറയിൽ വിഷം തീണ്ടിയ നിലയിൽ കണ്ടെത്തി. പ്രതിവിധി ഉടനെ ചെയ്തില്ലെങ്കിൽ മരണം ഇനിയും കൂടും. നാഗയക്ഷിയുടെ കോപം ശമിപ്പിക്കാൻ തറവാട്ടിലെ പെൺതരിയെ മുന്നിൽ നിർത്തി പൂജ ചെയ്യണം. പൂജ തുടങ്ങി 7-ാം നാൾ മന്ദാകിനി തൂക്കുവിളക്ക് മേറ്റി നാഗത്തറയിൽ തിരിവെക്കാൻ പോകുന്നു. അമ്മ തമ്പുരാട്ടി അലമുറയിട്ട് കരയുന്നു. മന്ദാരക്കാവിൽ അവൾ കാലു കുത്തിയപ്പോൾ തന്നെ അന്തരീക്ഷം കലുഷിതമായി. വടക്കേ കോണിൽ നിന്ന പടുകൂറ്റൻ മന്ദാരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. പകച്ചു നിന്ന മന്ദാകിനി കണ്ട കാഴ്ച അവളെ നടുക്കി. ഒരു സുന്ദര രൂപം, പാതി സ്ത്രീ രൂപം, അരയ്ക്ക് താഴോട്ട് സർപ്പരൂപം. അവൾ ആകെ നടുങ്ങി കയ്യും കാലും വിറയ്ക്കുന്നു. ഒച്ച വയ്ക്കാൻ പോലും കഴിയുന്നില്ല. കയ്യിലിരുന്ന് വിളക്ക് താഴെ വീണു. കണ്ണിലാകെ ഇരുട്ട് കയറുന്നു. എന്നിട്ട് പോലും ഒന്ന് കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. അവളുടെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ആ രൂപം അവളിൽ ഭയം ഉണർത്തിക്കൊണ്ടിരുന്നു. ആ രൂപം അടുക്കും തോറും വലിയ പ്രകാശവലയത്തിന് നടുവിലായി അവൾ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതിന് പുറത്തു കടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ അലറിക്കരഞ്ഞു വിളിച്ചു, അപേക്ഷിച്ചു. അമ്മേ ദേവി, മാപ്പാക്കണേ, അടിയങ്ങൾ ചെയ്ത അപരാധം പുറത്തിടണമേ അമ്മേ. അവളുടെ അടുത്തെത്തിയ നാഗരൂപം അവളുടെ നിഷ്കളങ്ക ഭക്തിയിൽ തൻ്റെ ക്രോധം അവസാനിപ്പിച്ച് നാഗയക്ഷി കാവിനകത്തെ മന്ദാരമരത്തിൻ്റെ ഓരം ചേർന്ന് ഇഴഞ്ഞു നീങ്ങി. തൽക്ഷണം തന്നെ അവൾ ഓടി ഇല്ലത്തെത്തി. നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നാഗയക്ഷി കനിഞ്ഞ് അനുഗ്രഹിച്ച കൊച്ചു തമ്പുരാട്ടി തറവാടിൻ്റെ ഐശ്വര്യമാണ്. തമ്പുരാട്ടി ഒരിക്കലും ഈ ഇല്ലം വിട്ട് പോകാൻ പാടില്ല. കൊച്ചു തമ്പുരാട്ടി ഇല്ലം വിട്ടു പോയാൽ സർവ്വ ഐശ്വര്യവും ഇവിടെ നിന്ന് വിട്ടുപോകുമെന്ന് മേപ്പാടൻ പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ തിരുമേനിയുടെ ഉള്ളൊന്ന് കാളി. ശേഷം പുനർകർമ്മങ്ങൾ ചെയ്ത് മേപ്പാടൻ പടികടന്നു. പിന്നീട് കാവില് വിളക്ക് വയ്ക്കാൻ പോകുമ്പോൾ മന്ദാകിനി മന്ദാരമരത്തിന്റെ ഓരത്ത് നിൽക്കും. ഒരിക്കൽ കൂടി ആ സുന്ദര രൂപത്തെ കാണാനായി. പക്ഷെ പിന്നീട് അവൾ ആ രൂപത്തെ കണ്ടിട്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ താണ്ടി. ഒരുപാട് നല്ല ആലോചനകൾ മന്ദാകിനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ തറവാട്ടിൽ തന്നെ ശിഷ്ടകാലം ജീവിതം ഹോമിക്കാൻ ആരും തയ്യാറായില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ ആർക്കും ചായ കൊടുക്കാൻ പോവില്ല കേട്ടോ. അമ്മ ഒരുവിധം അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. വിളക്ക് വെക്കാൻ പോയ അവൾ നാഗത്തറയിൽ കൈവച്ച് പറഞ്ഞു, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എൻ്റെ ജീവൻ എടുത്തോളൂ. ഇനി എനിക്ക് വേണ്ട ഈ ജീവൻ. ഞാൻ കാരണം അച്ഛനും അമ്മയും എല്ലാം വേദനിക്കുന്നു. പെട്ടെന്നൊരു സ്ത്രീ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കൈ തട്ടി മാറ്റുന്നു. ഇതുവരെ അവൾ അവരെ കണ്ടിട്ടില്ല. അത്ര തേജസ് നിറഞ്ഞ മുഖം. ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ആ സ്ത്രീ മന്ദാകിനിയുടെ കണ്ണുകൾ തുടച്ചു പറഞ്ഞു, നീ എന്തിനാ കുട്ടി ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് നല്ലതേ വരൂ. നിന്റെ മാറൻ വരാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു ചിരിച്ച് ആ രൂപം മറഞ്ഞു. പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ അവരെ അവിടെ എല്ലാം അന്വേഷിച്ചു. എങ്ങും കണ്ടില്ല. നേരം വൈകിട്ടും മകളെ കാണാതെ അച്ഛൻ തിരുമേനി പരിഭ്രാന്തനാവുന്നു. നടന്നു വരുന്ന അവളെ കണ്ട് ആരോമൽ ചൂടാവുന്നു.
ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞു നടന്നോ നീ? എന്തിനും ഏതിനും നിനക്ക് പറയാൻ കാരണങ്ങളേറെ ഉണ്ടല്ലോ. പൊക്കോളൂ അകത്തേക്ക്. കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കടക്കുന്നു. ഒരു ദിവസം അച്ഛൻ തിരുമേനിയും ആരോമലും തൊടിയിൽ നിൽക്കുമ്പോൾ രാവുണ്ണി അവരുടെ നേർക്ക് വന്നു പറയുന്നു, തിരുമേനി, എൻ്റെ ദേവന് വേളിക്കായി ഇല്ലത്ത് വരട്ടെ, നമുക്കിതങ്ങ് ആലോചിക്കാം. ബോധം വരുമ്പോൾ രാവുണ്ണി രാമൻ്റെ പീഡികത്തിണ്ണയിലായിരുന്നു. അടുത്തിരുന്ന് ദേവൻ ചോദിച്ചു, എന്താ അച്ഛാ സംഭവിച്ചത്? അച്ഛൻ എങ്ങനെ കുളക്കരയിൽ വന്നു? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നേരെ ദേവനുമായി വീട്ടിൽ ചെന്നു. കനൽ നിറച്ച കണ്ണുകളുമായി അയാൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ പെണ്ണു ചോദിക്കാൻ പോയതാ. ആ തന്തയും മോനും എൻ്റെ മുഖത്ത് കാറി തുപ്പി. കയ്യിൽ കിട്ടിയ മടലുകൊണ്ട് അവൻ ആ ആരോമൽ എൻ്റെ തലയിലടിച്ചു. ആരൊക്കെയോ ചുമന്നെന്നെ കുളക്കരയിൽ കൊണ്ടിട്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ രാമൻ്റെ പീടികയിൽ. കേട്ടപാടെ അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ആരോമലിനെ വകവരുത്താൻ ദേവൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ദേവൻ്റെ അച്ഛൻ മുന്നിൽ വന്ന് പറഞ്ഞു, നീ വീറും വാശിയും കാണിക്കേണ്ടത് ഇപ്പോഴല്ല. സമയം വരും എല്ലാത്തിനും. എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. അവൾ ഇവിടെ വേണം, മന്ദാകിനി. അവളിലൂടെ എനിക്ക് പക തീർക്കണം, അവളുടെ അച്ഛനോടും സഹോദരനോടും. പോടാ, പോയി എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്ക്. അന്ന് സന്ധ്യയ്ക്ക് ദീപം വെക്കാൻ വന്ന മന്ദാകിനിയുടെ അടുത്ത് വന്ന് ദേവൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഒച്ച വെച്ച് ആളെ കൂട്ടരുത്. എനിക്ക് നിന്നെ വേണം, എൻ്റെ ഇല്ലത്തിൻ്റെ വിളക്കായി, എൻ്റെ ഭാര്യയായി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകളായി. നീ വരില്ലേ മന്ദാകിനി? പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു, ദേവേട്ടൻ തിരിച്ചു പോകൂ. ആരെങ്കിലും കണ്ടാൽ വീണ്ടും പ്രശ്നം വഷളാവും. അതുകൊണ്ട് പോ ദേവേട്ട. അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ദേവൻ പുറകെ ചെന്ന് അവളെ കടന്നു പിടിച്ചു. അവൾ മുന്നോട്ട് ഓടാൻ ശ്രമിച്ചപ്പോൾ കാൽ വഴുതി തൊടിയിലേക്ക് വീണു. അടുത്തു ചെന്ന ദേവൻ അവളെ തൊടാനായി കൈ നീട്ടിയതും ഒരു വലിയ പ്രകാശഗോളം പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളൊരു ഘോര സർപ്പരൂപിയായി മാറി. ഇടം വലം നോക്കി പകച്ചു നിന്ന ദേവൻ അലറിക്കൊണ്ടോടി. പോയ വഴിയിൽ ദേവൻ വലിയൊരു കുഴിയിൽ വീണു. ഒരു വിധത്തിൽ അവിടെ നിന്ന് കരകയറി വീട്ടിലെത്തി. എന്തു പറ്റി മോനെ എന്ന് ചോദിച്ച് അമ്മ അലമുറയിടുന്നു. അച്ഛനെ നേരെ തിരിഞ്ഞ് അമ്മ പറയുന്നു, ആകെയുള്ള ഒരു ആൺതരിയാ, നിങ്ങൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞവർ വാവിട്ട് കരഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ ഭീകര നാഗരൂപമായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സിനെ അലട്ടിയത് അവളായിരുന്നു, മന്ദാകിനി. അവിടെ അവൾ വീണിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ വീട്ടിലെത്തി കാണുമോ? എന്നാൽ ഏത് സമയത്താണെങ്കിലും ആരോമൽ ഇവിടെ വരും. പരിഭ്രാന്തനായ ദേവൻ നാടുവിട്ടു. ഒരു ദിവസം മന്ദാകിനി പാടവരമ്പത്തുകൂടി നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിക്കും പോലെ തോന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. മുഖംമൂടി അണിഞ്ഞ ഒരാൾ അവളുടെ നേർക്ക് വരുന്നു. അവൾ ആ രൂപത്തെ കണ്ട് പേടിച്ചോടി. കയ്യിലിരുന്ന കയർ കൊണ്ട് അവളെ ആഞ്ഞു തല്ലാൻ ശ്രമിക്കുന്ന അയാളിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കയ്യിലുള്ള കയർ കൊണ്ട് അയാൾ അവളെ കെട്ടിയിട്ട് തോളിലേറ്റിക്കൊണ്ടു പോകുന്നു. പെട്ടെന്നാണ് അവൻ മുന്നിൽ വന്നത്. അവൻ ആ മുഖംമൂടി മനുഷ്യൻ്റെ കഴുത്തിൽ പിടിച്ച് അവളെ താഴെ ഇറക്കി. എന്നിട്ട് ആ മുഖംമൂടി മനുഷ്യനെ പൊതിരെ തല്ലി. തല്ലിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ ഓടടാ ഓട്ടം. അവളെ രക്ഷപ്പെടുത്തിയിട്ട് അവളോടൊരു വാക്ക് മിണ്ടാതെ ആ ചെറുപ്പക്കാരൻ നടന്നകലുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൾ ആലോചിച്ചു, എന്താ ഇങ്ങനൊരു സ്വപ്നം? അയാൾ ആരാവും ആ സുന്ദര പുരുഷൻ? അയാളുടെ മുഖം കണ്ണിൽ നിന്ന് പോകുന്നില്ലല്ലോ. എൻ്റെ പരദേവതേ! പിന്നെ അവൾക്ക് ഉറക്കം വന്നില്ല. സ്വപ്നം കണ്ട ആ സുന്ദര പുരുഷൻ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന ചിന്തയിൽ അവൾ നേരം വെളുപ്പിച്ചു. നേരം വെളുത്തതിന് ശേഷം കേശവൻ ഇല്ലത്ത് വന്ന് പറഞ്ഞു, ഇന്ന് കുട്ടിയെ കാണാൻ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെയും കൂട്ടി 10 മണിക്കിങ്ങെത്തും. അവൾ ആദ്യമായി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ട ഈ കല്യാണം. അച്ഛൻ പറഞ്ഞു, അവർ വന്നില്ലല്ലോ, നീ കണ്ടിട്ടുമില്ല, പിന്നെ എന്താ ഇത് വേണ്ടാത്തത്? അവൾ ദേഷ്യത്തോടെ അകത്തുപോയി. ചെക്കനും കൂട്ടരും വന്നു. കുട്ടിയെ വിളിക്കുക ലക്ഷ്മി എന്ന് അച്ഛൻ തിരുമേനി പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ ചായപാത്രം അമ്മയിൽ നിന്ന് വാങ്ങി മുന്നോട്ട് നടന്നു. ചെക്കനെ ചായ കൊടുത്തപ്പോൾ അവൾക്ക് അത്ഭുതമായി. ഇത് സ്വപ്നമോ സത്യമോ? അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, അവൾ സ്വപ്നത്തിൽ കണ്ട അതേ ആൾ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നോക്കി. കണ്ണുകൾ തുറന്നു നോക്കി. അതെ, സ്വപ്നമല്ല, സത്യം. ആ മുഖംമൂടി രൂപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അതേ ചെറുപ്പക്കാരൻ. അവൾക്ക് എന്തോ അവളുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായി എന്ന് തോന്നുന്നു. ആ സ്ഥിതിക്ക് ഇനി ഇത് വെച്ചു താമസിപ്പിക്കുന്നത് എന്തിനാ തിരുമേനി? കേശവേട്ടൻ പറഞ്ഞു. അച്ഛൻ തമ്പുരാൻ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അവർ പോയതിനു ശേഷം അച്ഛൻ മന്ദാകിനിയെ വിളിച്ചു.
എന്നിട്ട് ചോദിച്ചു, കുട്ടിയെ നിനക്കിഷ്ടമായോ? അവൾ നാണത്തോടെ തലകുലുക്കി അകത്തേക്കോടി. അവളുടെ സന്തോഷം കണ്ടപ്പോൾ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു. അച്ഛൻ ആരോമലിനെ വിളിച്ചു പറഞ്ഞു, ഇനി ഒന്നും നോക്കേണ്ട ഉണ്ണി, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. വൈകുന്നേരം കാവിലെത്തി വിളക്ക് വെക്കുന്നേരം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവളുടെ സന്തോഷം അവിടെ മാകെ അലതല്ലി. ഇനി മുതൽ തനിക്ക് ജീവിതാവസാനം വരെ തൻ്റെ കൂടെ നിൽക്കാൻ പോകുന്ന ആളല്ലേ അദ്ദേഹം. അവളുടെ മനസ്സ് നിറയെ ആ ചെറുപ്പക്കാരൻ്റെ മുഖമായിരുന്നു. അവൾ തിരിച്ചു വീട്ടിൽ വന്നു. വന്നപാടെ ഏട്ടൻ അവളെ കളിയാക്കി. കുറുമ്പുകാരി പെണ്ണിന് ആണൊരുത്തൻ വരുന്നു. ഇനി നീ ഇവിടെ വഴക്കാളിത്തരം കാണിച്ചാൽ ഞാനും അളിയനും കൂടി നിന്റെ ചെവി പൊന്നാക്കും മോളെ, നോക്കിക്കോ. അപ്പോഴാണ് മന്ദാകിനിക്ക് ഓർമ്മ വന്നത്. അയാളുടെ പേരെന്തായിരിക്കും? ചോദിച്ചില്ലല്ലോ. അപ്പോൾ അവൾ ചോദിച്ചു, ഏട്ടാ എന്താ മറ്റേ ആളുടെ പേര്? ഇത് കേട്ട് ഏട്ടൻ ചോദിച്ചു, മറ്റേ ആളോ? അതാരാ? എനിക്ക് മനസ്സിലായില്ല. ഏതാ ഈ മറ്റേ ആള് എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവൾ അമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, അമ്മയ്ക്ക് അറിയുമോ പേര്? അമ്മ ചോദിച്ചു, ആരുടെ? മറ്റേ ആള്. ഈ പെണ്ണ് ഇതെന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞ് അമ്മ കളിയാക്കി. അച്ഛ ഇത് കണ്ടോ, എല്ലാവരും എന്നെ കളിയാക്കുക. അച്ഛൻ ചോദിച്ചു, എന്തിന്? ആരാ എൻ്റെ പൊന്നുംകുടത്തെ കളിയാക്കിയത്? അച്ഛൻ അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആളുടെ പേരെന്താ? അച്ഛൻ പറഞ്ഞു, അയ്യോ അച്ഛൻ മറന്നു മോളെ. അച്ഛൻ്റെ മറുപടി കേട്ട് അവൾ അച്ഛനൊരു നുള്ളു കൊടുത്തു അകത്തേക്ക് പോയി. പിറ്റേ ദിവസം അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു, ദത്തത്രേയൻ എന്നാണ് പേര്. അവൾ മനസ്സിൽ പറഞ്ഞു, ദത്തേട്ടൻ, എൻ്റെ ദത്തേട്ടൻ. അവളുടെ മനസ്സ് നിറയെ ദത്തൻ്റെ മുഖമായിരുന്നു. ആ വീടിനും നാടിനും എല്ലാം ഒരു ഉത്സവം പോലെയായിരുന്നു. അങ്ങനെ വിവാഹദിനമെത്തി. എല്ലാ ആചാര മര്യാദകളോടും കൂടി വിവാഹം നടന്നു. ഒന്നൊഴിച്ച് വരൻ്റെ വീട്ടിലല്ല വധു പോയത്, വധുവിൻ്റെ വീട്ടിലാണ്. എല്ലാവരും സന്തോഷത്തോടെ തന്നെ മടങ്ങി. അന്ന് തന്നെ അവൾ വിളക്ക് വെക്കാൻ നേരം ദത്തനെയും മന്ദാരക്കാവിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. ദത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എവിടെ നിന്റെ കൂട്ടുകാരി? ഒന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയൊന്നും എല്ലാവർക്കും കാണാൻ കഴിയില്ല, എനിക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. നേരം വൈകി, വാ ദത്തേട്ടാ, നമുക്ക് പോകാം. അങ്ങനെ അവർ തിരികെ വീട്ടിൽ വന്നു. എല്ലാവരിലും സന്തോഷം അലതല്ലി. ദത്തന് വ്യാപാരമാണ് തൊഴിൽ. ഇടയ്ക്കിടെ നഗരത്തിൽ പോവേണ്ടി വരും. ഒരു ദിവസം ദത്തൻ പോയി ഒരാഴ്ച കഴിഞ്ഞു. ദത്തൻ്റെ അടുത്തേക്ക് കേശവൻ നായരും ആരോമലും പോകാൻ ഒരുങ്ങുമ്പോൾ, എൻ്റെ ദേവി, ഇവിടെ ആരുമില്ലേ? അമ്മ തമ്പുരാട്ടിയുടെ നിലവിളി കേട്ട് എല്ലാവരും അകത്തേക്ക് ചെന്നു. അച്ഛൻ നിശ്ചലനായി ഒരു നിമിഷം നിന്നുപോയി. അയ്യോ, ഞാൻ എന്താ കാണണേ? എൻ്റെ ദേവി, എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? എൻ്റെ പരദേവതേ, എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. ആരോമൽ അവളെ എടുത്ത് കട്ടിലിൽ കിടത്തി. അമ്മ കുറച്ച് വെള്ളം അവളുടെ മുഖത്ത് തെളിച്ചു. എണീക്ക് മോളെ. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും കേശവൻ നായർ വൈദ്യനെ വിളിച്ചുകൊണ്ടുവന്നു. വൈദ്യരുടെ വാക്കുകൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതെ, അവൾ അമ്മയാവാൻ പോകുന്നു. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആരോമൽ ദത്തനെ വിവരമറിയിക്കാൻ പുറപ്പെട്ടു. വിവരമറിഞ്ഞ ദത്തൻ ഉടൻ തന്നെ ആരോമലുമായി വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങി കൂട്ടി വീട്ടിലെത്തി. അവളുടെ ഇഷ്ടങ്ങൾ നടത്താൻ അവിടെ എല്ലാവരും മത്സരമായിരുന്നു. ആരോമലിന് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അവൻ ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ല. അച്ഛൻ തിരുമേനി പറഞ്ഞു, മോനെ, ഈ തറവാടിന് വേണം അനന്തരാവകാശികൾ. പക്ഷെ അവൻ പറയുന്നത്, അതിന് നമ്മുടെ മന്ദാകിനിയുടെ കുട്ടിയുണ്ടല്ലോ, അത് മതി. ആര് പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല. പാടത്തും തൊടിയിലും ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ അവളുടെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ് ഇഷ്ടം നിറവേറ്റി കൊടുക്കും. മാസങ്ങൾ കഴിഞ്ഞു. മന്ദാകിനി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എല്ലാവരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാവരും കുഞ്ഞിനെ പേരുകൾ കൊണ്ട് നിറച്ചു. അതിൽ നിന്നും അവസാനം ഒരു പേര് കണ്ടുപിടിച്ചു, കാർത്തിക. കാർത്തുമോളെ എല്ലാവരും മത്സരിച്ചു സ്നേഹിച്ചു. അവളുടെ കുസൃതിയും കുറുമ്പും കൊണ്ട് അവിടെ മാകെ സന്തോഷം നിറഞ്ഞു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു കാർത്തു. ഒരു ദിവസം കാർത്തു പറമ്പിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കൂട്ടുകാരും അവളും കാവിൽ ഓടിക്കയറി. അവിടം കണ്ട കാർത്തു അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവൾക്ക് കാവും പരിസരവും കൗതുകം നിറഞ്ഞു. അവൾ അവിടെ മാകെ വീക്ഷിച്ചു. അമ്മയുടെ കൂടെ വിളക്ക് വയ്ക്കാൻ മാത്രമേ അവൾ കാവിൽ വന്നിരുന്നുള്ളൂ. ആദ്യമായാണ് തനിച്ചിവിടെ വരുന്നത്. പെട്ടെന്ന് അവൾ നാഗത്തറയിലേക്ക് കയറി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കാർത്തു, മോളെ, അരുത്. എന്താ കുട്ടി നീ കാണിക്കുന്നത്? മന്ദാകിനി പിന്നിൽ നിന്ന് അവളെ തടഞ്ഞു. എന്താ കുട്ടി ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ
എന്ന് പറഞ്ഞ് അവൾ കാർത്തുവുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുന്നിൽ ഒരാൾ പെട്ടെന്ന് അവനെ കണ്ട് അന്താളിച്ച് നിന്നുപോയി. അവൾ, ദേവേട്ടൻ, ഇത് എവിടെയായിരുന്നു? ഒരുപാടായല്ലോ കണ്ടിട്ട്. ദേവന്റെ ഉത്തരം ഒരു ചെറു ചിരിയായിരുന്നു. മോളുടെ പേരെന്താ? അവൻ ചോദിച്ചു. കാർത്തിക. അവൻ കാർത്തുവിനെ ഒന്ന് തഴുകി കവിളത്തൊരുമ്മ കൊടുത്തു. പിന്നെ മന്ദാകിനിയോട് ചോദിച്ചു, അന്ന് കാവിൽ വെച്ച് നീ വീണതിന് ശേഷം നിനക്ക് എന്തു പറ്റി? വീണോ? ഞാനോ? എന്തൊക്കെയാ ദേവേട്ടൻ പറയുന്നത്? നമ്മൾ അവസാനം കണ്ടപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടിരുന്നില്ലല്ലോ ദേവേട്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ പെട്ടെന്ന് ചോദിച്ചു. കല്യാണം വല്ലതും? ആശിച്ചത് കിട്ടിയില്ല അവൻ്റെ മറുപടി. ആട്ടിപ്പായിച്ചിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ട് എല്ലാത്തിനും. എന്നിട്ട് ദേവൻ പിന്തിരിഞ്ഞു നടന്നു. അവൻ നടക്കുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞ് കാർത്തുവിനെ നോക്കുന്നുണ്ടായിരുന്നു. നാളെ കാർത്തുമോളുടെ 5ാം പിറന്നാളാണ്. അവൾക്ക് എന്തു കൊടുത്താലും മതിയാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തറവാട്ടിൽ എല്ലാവരും. നാട് മുഴുവൻ അറിയിച്ച് ഗംഭീര സദ്യ. ആഘോഷം പൂർണ്ണമായാണ് മോളുടെ പിറന്നാൾ ആഘോഷിച്ചത്. എല്ലാവരും ഓരോ തിരക്കിലായിപ്പോയി. ആരും കാണാതെ ആ സമയം കാർത്തു കാവിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ ദേവനെ കണ്ടു. ദേവൻ മോളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് മന്ദാകിനി മോളെ അന്വേഷിക്കുന്നു. എവിടെയും അവളില്ല. എല്ലാവരും മുക്കിലും മൂലയിലും മോളെ അന്വേഷിച്ച് നടക്കുന്നു. ദത്തൻ്റെ പാതി ജീവൻ പോയതുപോലെ നിൽക്കുന്നു. എന്തു ചെയ്യണമെന്നറിയുന്നില്ല. നേരം സന്ധ്യയായി. കുഞ്ഞിനെ അന്വേഷിച്ച് ആരോമൽ കാവിലേക്ക് നടന്നു. അവിടെയും കുട്ടിയില്ല. നേരം വൈകി. സമയം രാത്രിയായി. മന്ദാകിനി കാവിൽ ചെന്ന് തലതല്ലിക്കരഞ്ഞു. അമ്മേ, എൻ്റെ കുട്ടി എവിടെ? എൻ്റെ കുഞ്ഞിനെ കാണാതെയായിട്ട് നേരത്തോട് നേരമായിരിക്കുന്നു. എനിക്ക് താ എൻ്റെ കുഞ്ഞിനെ. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് വീശി. അന്തരീക്ഷം കോപിച്ചിരിക്കുന്നു. മന്ദാകിനിയെ കാണാതെ ദത്തൻ കാവിലേക്ക് അന്വേഷിച്ചു വരുന്നു. അവൾ അവിടെ ഇരുന്ന് അലമുറയിട്ട് കരയുന്നു. പെട്ടെന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുഞ്ഞു സർപ്പം നാഗതറയിൽ നിന്നും ഇറങ്ങി മന്ദാര മരത്തിൻ്റെ പിന്നിലേക്ക് പോകുന്നു. പെട്ടെന്ന് അവിടേക്ക് നോക്കി അവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൾ പറഞ്ഞു, മോള്, എൻ്റെ മോള്, ദത്തേട്ടാ, നമ്മുടെ കാർത്തു. ദത്തൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. ശരീരമെല്ലാം തണുത്ത് വിറങ്ങലിച്ച് അനക്കമില്ലാതെ അവൾ കിടക്കുന്നു. അവൾ ഭയന്ന് ചോദിച്ചു, ദത്തേട്ടാ, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? അവൾ എന്താ കണ്ണു തുറക്കാത്തത്? ദത്തൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി തറവാട്ടിലെത്തി. പെട്ടെന്ന് തന്നെ ആരോമൽ വൈദ്യനെ വിളിക്കാൻ പോയി. വിഷം തീണ്ടിയെന്നാണ് എല്ലാവരും വിചാരിച്ചത്. വൈദ്യനെത്തി കാർത്തുവിനെ പരിശോധിച്ചു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, പോയി തിരുമേനി, നമ്മുടെ കുട്ടി പോയി. അമ്മ തമ്പുരാട്ടി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഇതിനാണോ എൻ്റെ ദേവി നിന്നെ പ്രീതിപ്പെടുത്തി ഇത്രയും കാലം നിന്റെ പാദസേവ ചെയ്തത്? എന്നിട്ടും വിഷം തീണ്ടി തന്നെ എടുത്തല്ലോ എൻ്റെ കുട്ടിയുടെ ജീവൻ. പെട്ടെന്ന് വൈദ്യൻ പറഞ്ഞു, വിഷം തീണ്ടിയല്ല, ഏതോ കാമഭ്രാന്തൻ്റെ ഇരയായതാ കുട്ടി. ഇത് കേട്ടപ്പോൾ തന്നെ മന്ദാകിനി നിലത്ത് വീണു. കേട്ടുനിന്ന് എല്ലാവരുടെയും ഹൃദയം പിളർന്നു. കേശവൻ നായർ പറഞ്ഞു, ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചത് ആരാണോ അവൻ്റെ തലയിൽ ഇടുത്തി വീഴും, നോക്കിക്കോ. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. മന്ദാകിനി ഉണർന്നില്ല. വടക്കേ അറ്റത്തെ ഇരുട്ടുമുറിയിൽ തന്നെ ആ ജീവിതം ഹോമിക്കപ്പെട്ടു. കാവിലെ നിത്യപൂജ മുടങ്ങി. സർപ്പകുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. കലിതുള്ളി നടക്കുന്ന കാറ്റിനെ പോലും പേടിക്കേണ്ടിയിരുന്നു. വീശുന്ന കാറ്റിൽ വന്ന് പതിക്കുന്നത് സർപ്പകുഞ്ഞുങ്ങളായിരുന്നു. പ്രശ്നം വെച്ചപ്പോൾ കുരുന്ന ജീവൻ ഹോമിച്ചയാളുടെ ജീവൻ കൊണ്ടേ ഇത് ശരിയാവൂ. അവസാനം ആവാഹനത്തോടും ഉച്ചാരണത്തോടും ബന്ധിച്ച് മന്ദാര മരത്തിൻ്റെ താഴെ മണ്ണിൽ പൊതിഞ്ഞു വെക്കാൻ മേപ്പാടൻ പറഞ്ഞു. ആരെങ്കിലും മറികടന്നാൽ ഫലം വിപരീതം. പിന്നെ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി. ആകെ എല്ലാം കൊണ്ടും തറവാട് ക്ഷയിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ തിരുമേനി പറഞ്ഞു, ആരോമലേ, ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട് അന്യം നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ആരോമൽ വിവാഹം കഴിക്കുന്നു. വീണ്ടും ആ തറവാട്ടിൽ പോയ സന്തോഷം ഉടലെടുക്കുന്നു. മാളവിക, അവളുടെ ജനനത്തോടെ മന്ദാകിനിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. പെട്ടെന്ന് ആരോമലിനൊരു ജോലി ശരിയായി. വിദേശത്തേക്ക് പോവാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് കുഞ്ഞു മാളവിക അടുത്തു വന്ന് പറഞ്ഞു, അച്ഛൻ പോവാണോ? ഇനി അച്ഛൻ എപ്പോൾ വരും? മാളൂട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരോമൽ പറഞ്ഞു, അച്ഛൻ പെട്ടെന്ന് വരുമല്ലോ എൻ്റെ പൊന്നിനെ കാണാൻ. അച്ഛൻ എൻ്റെ മോൾക്ക് മിഠായി വാങ്ങാനല്ലേ പോണത്. പിന്നെ പുത്തനുടുപ്പ്, കളിപ്പാട്ടം എല്ലാം വാങ്ങിത്തരാം. അപ്പോൾ അച്ഛൻ പോവാതിരുന്നാൽ എങ്ങനെയാ? പെട്ടെന്ന് മാളൂട്ടി പറഞ്ഞു. അച്ഛൻ വേഗം പൊക്കോളൂ, എന്നിട്ട് എനിക്കെല്ലാം വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് വരണേ. നിഷ്കളങ്കയായ ആ കുരുന്നിൻ്റെ മുന്നിൽ ആരോമൽ തൻ്റെ സങ്കടം അടക്കിപ്പിടിച്ചു. പോവാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. അങ്ങനെ ആ ദിവസം വന്നു. ആരോമൽ മനസ്സില്ലാ മനസ്സോടെ യാത്രയാവുന്നു. അച്ഛൻ പോയെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. അച്ഛനേക്കാളും 100 ഇരട്ടി സ്നേഹം കൊടുക്കാൻ ദത്തനുണ്ടായിരുന്നു.
മാളൂട്ടിക്കും അങ്ങനെ തന്നെ. സ്വന്തം അമ്മയെക്കാളും അച്ഛനേക്കാളും ആ കുരുന്ന് സ്നേഹിച്ചത് ദത്തനെയും മന്ദാകിനിയെയുമായിരുന്നു. അവളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ മന്ദാകിനി കണ്ടറിഞ്ഞു ചെയ്യും. ഇടയ്ക്കിടെ എപ്പോഴും എൻ്റെ കാർത്തൂട്ടി എന്നറിയാതെ വിളിച്ചു പോവും. മാളൂട്ടിക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറുമ്പ് നന്നേ കൂടുതലാണ്. അവൾ ആരുടെയെങ്കിലും മുന്നിൽ തോൽക്കുന്നുവെങ്കിൽ അത് ദത്തൻ്റെ അടുത്ത് മാത്രമാണ്. ഒരു ദിവസം കളിച്ച് കളിച്ച് അവൾ കാവിൻ്റെ അകത്ത് കടന്നു. അവിടെ മാകയൊന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് അവിടെല്ലാം ഓടി നടന്നു. പെട്ടെന്ന് മന്ദാര മരത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. മന്ദാര മരത്തിൻ്റെ വേരിനരികിൽ ഒരു കൊച്ചുകുടം. പെട്ടെന്ന് അവൾ അവിടേക്ക് ചെന്നു. ആ കുടം കൈകൊണ്ടെടുത്തു. പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ അലയടിച്ചു. കാറ്റിൻ്റെ ശക്തി കൊണ്ട് മാളുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുടം താഴെ വീണ് ഉടഞ്ഞു. പെട്ടെന്ന് ചുറ്റും വെള്ളപ്പുക കൊണ്ട് മൂടി. സർപ്പങ്ങൾ ഫണമുയർത്തി. ഇത് കണ്ട് പേടിച്ച മാളൂട്ടി കുഴഞ്ഞു വീണു. ആ വഴി യാദൃശികമായി വന്ന ദേവൻ മാളു അവിടെ കാവിൽ കിടക്കുന്നത് കണ്ടു. കുട്ടിയെ എടുത്ത് തറവാട്ടിലേക്ക് ഓടി. ദേവന്റെ വിചാരം കുട്ടിയെ വിഷം തീണ്ടിയെന്നാണ്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന ദേവനെ കണ്ട മന്ദാകിനിയുടെ നിയന്ത്രണം വിട്ടു. നീ കൊന്ന എൻ്റെ കുഞ്ഞിനെ, ഇവളെ നീ പിച്ച് ചീന്തിയോ ദുഷ്ട? അകത്തുനിന്ന് ഓടിയിറങ്ങി വന്ന ദത്തൻ കുഞ്ഞിനെ വാങ്ങി ഉമ്മറക്കോലായിൽ കിടത്തി. എന്നിട്ട് ദേവന്റെ കഴുത്തിന് പിടിച്ചു തള്ളി. നീ എൻ്റെ കാർത്തൂനെ ഇല്ലാതാക്കി. ഇനി എൻ്റെ മാളൂട്ടിയുടെ ജീവനും കൂടെ വേണോടാ നായേ നിനക്ക് എന്ന് പറഞ്ഞ് പുതിരെ തല്ലി. പെട്ടെന്ന് മന്ദാകിനി, ദത്തേട്ടാ, ദേ നമ്മുടെ മോള് കണ്ണു തുറന്നു. ദത്തൻ മോളുടെ അടുത്തേക്ക് ചെന്നു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? എല്ലാവരും ചുറ്റുമിരുന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടുന്നില്ല. പിന്നീടുള്ള രാത്രികളിൽ അവളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത് മറ്റൊരു മുഖമായിരുന്നു. പിന്നീട് അവൾക്കുണ്ടായ മാറ്റങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തികച്ചും അവൾ കാർത്തുവായി മാറിയിരിക്കുന്നു. കാവിൽ വിളക്ക് വെക്കാൻ പോയ മന്ദാകിനി ആ കാഴ്ച കണ്ട് ഞെട്ടി. തൻ്റെ കാർത്തുവിനെ ബന്ധിച്ചിരുന്ന കുടം പൊട്ടിയിരിക്കുന്നു. എൻ്റെ ദേവി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആരാ എൻ്റെ കുഞ്ഞിനോട് ആ ചതി ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് മാളു അവളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് മന്ദാകിനിയുടെ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ കരയേണ്ട, ഞാൻ തിരിച്ചു വന്നില്ലേ. പെട്ടെന്ന് അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ കാർത്തു. ഒന്നുകൂടി നോക്കിയപ്പോൾ അത് മാളു തന്നെ. എന്തൊക്കെയോ പന്തികേട് തോന്നി അവൾ അച്ഛൻ തിരുമേനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് മേപ്പാടനെ വിളിച്ചു വരുത്തി. ആകെ പ്രശ്നമായിരിക്കുന്നു തിരുമേനി. കുട്ടിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നു രക്ഷസ്. മരണം കണ്ടേ പിന്മാറൂ. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. വിവരങ്ങൾ അറിഞ്ഞ ആരോമലിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആരോമൽ നാട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ആരോമൽ എല്ലാവരോടും ദേഷ്യത്തോടെ പറഞ്ഞു, ഒരു പൂജയ്ക്കും മന്ത്രവാദത്തിനും ഞാൻ എൻ്റെ കുട്ടിയെ വിട്ടുതരില്ല. എനിക്കിവള് മാത്രമേ ഉള്ളൂ. ആരോമലിൻ്റെ വാക്കിനെ മറികടന്ന് എല്ലാവരും പൂജ ചെയ്യാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. സമയം അടുക്കാറായപ്പോൾ മാളൂട്ടി പറഞ്ഞു, അച്ഛാ, നമുക്കാരും കാണാതെ കാവിൽ പോയിരിക്കാം. ബാ അച്ഛാ. മോള് പറയുന്നത് ശരിയാണെന്ന് തോന്നിയ ആരോമൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് കാവിൽ പോയി. ആരോമലും മാളൂട്ടിയും കാവിലോട്ട് കാല് കുത്തിയപ്പോൾ തന്നെ മന്ദാരമരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു മുന്നിൽ വീണു. പെട്ടെന്ന് ഇളം കാറ്റ് വീശാൻ തുടങ്ങി. ആരോമലിന് എന്തോ ഭയം ഉള്ളിൽ വന്നു. പെട്ടെന്ന് അടുത്ത് നിന്ന മാളൂട്ടി കാർത്തുവായി മാറി. എന്നെ മറന്നോ മാമ? വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള രംഗങ്ങൾ ആരോമലിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഒന്നും മിണ്ടാനാവാതെ, ശരീരം അനക്കാൻ കഴിയാതെ ആരോമൽ നിന്നു. പെട്ടെന്ന് കാവിൽ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷമായി. പ്രതികാരാഗ്നിയിൽ ഉടലെടുത്ത അവൾ തീ ചീന്തുന്ന കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരു പിഞ്ചു കുഞ്ഞിനെ നിന്റെ ഇംഗിതത്തിനനുസരിച്ച് ബലിയാടാക്കി. അന്ന് എനിക്ക് നിന്നെ സ്പർശിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് നിന്റെ വിധി നല്ലതായിരുന്നു. വർഷങ്ങൾ വേണ്ടി വന്നു എൻ്റെ മുന്നിൽ നിന്നെ എത്തിക്കാൻ. അതും നിന്റെ വിധി. ക്ഷണനേരം കൊണ്ട് അവൾ ഒരു കരിനാഗമായി അടുത്തു ചെന്ന് അവനെ ദംശിച്ചു. ഈ സമയം പൂജകൾ പൂർണ്ണമായി എന്ന് മേപ്പാടൻ പ്രവചിച്ചു. ആരോമലൊഴിച്ച് എല്ലാവരും പൂജ അവസാനിക്കും വരെ അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ബാല്യക്കാരാണ് ആരോമലിൻ്റെ ശരീരം കണ്ടത്. ശരീരം മുഴുവൻ നീലിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ആരോമലിനെ. ഇവിടെയാണ് കഥയുടെ മർമ്മം. തെറ്റു ചെയ്ത് മരണപ്പെട്ട ആരോമലിന് ആത്മസമർപ്പണം. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ദേവന് ഇന്നും പഴിയും മാനസിക പീഡനവും. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്, ശോചനീയം.